ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യത്താക്കി കൊടുക്കൂലേ, അങ്ങനെ കിട്ടിയ അത്തിക്ക് കിട്ടിയ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കുറുമ ഉണ്ടാക്കിയല്ലോ, മട്ടൻ കുറുമ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് 2 വലിയ സബോള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല പഴുത്ത തക്കാളി ഒരു 2 എണ്ണം കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. പച്ചമുളകൊക്കെ മാറി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നല്ല കഴുകി ഫ്രഷാക്കി വെച്ച മട്ടൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പട്ട ഗ്രാമ്പ് ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, ഗരം മസാല, അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന പോലെ ഇതുപോലെ കയ്യിലും കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി മട്ടൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്കറിൻ്റെ അടുപ്പിട്ടൊന്ന് മൂടിക്കൊടുക്കാം. ഒരു 10 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂകുന്നവരെ കൂകിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് കൂകിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ആവി പറക്കുന്ന മട്ടൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഗ്രേവി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ. ഇനി ചൂടാറുമ്പോഴേക്കും ഇനി ഒന്നുകൂടി തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മട്ടനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.